പാട്ട് പാടാനുള്ള ആപത്തൊന്നുമില്ല. ഞാൻ പാട്ടുകാരനല്ല, ഞാൻ വല്ല മിമിക്രിയൊക്കെ ചെയ്യുന്ന ഇവിടെ വന്നതാണ്. ഞാൻ പാടുന്ന പാട്ട് അറിയാലോ. ഇതൊക്കെയാണ് നമ്മുടെ പാട്ടുകൾ. ഒരുപാട് കലാകാരന്മാർ നിങ്ങളുടെ കയ്യടി കൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ എളിയൊരു കലാകാരനാണ് ഞാൻ. നിങ്ങൾ ചേട്ടനോട് പറഞ്ഞു ഞാൻ ഒരുപാട് സിനിമയിൽ ചിരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ. പക്ഷെ ഓരോ തവണ എനിക്ക് നിങ്ങളെ ചിരിപ്പിക്കാൻ സാധിച്ചത് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ ചെയ്യാൻ സാധിച്ചത് നിങ്ങളുടെ സ്നേഹത്തോടുകൂടിയുള്ള തിയേറ്ററിൽ നിങ്ങൾ തന്നിട്ടുള്ള കയ്യടി തന്നെയാണ്. ഈ കയ്യടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും, കാരണം ആ കയ്യടിയുടെ കൂടെ നിങ്ങളുടെ വിലപ്പെട്ട സമയം, അതുപോലെ 2.5 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ ഒരു സിനിമ കാണാൻ നിങ്ങൾ കൊടുക്കുന്ന ഒരു സമയം, നിങ്ങൾ ചെലവഴിക്കുന്ന പൈസ, ആ പൈസ നിങ്ങളുടെ അധ്വാനത്തിൽ നിന്നാണ് എടുത്ത് ചെലവഴിക്കുന്നത്. അതിൽ നിന്നൊരു അംശമാണ് ഞങ്ങളെ പോലുള്ള കലാകാരന്മാർക്ക് കിട്ടുന്നത്. ഈ കഴിഞ്ഞ 33 വർഷക്കാലമായിട്ട് എന്നെ ഈ സിനിമയിൽ നിലനിർത്തുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുന്നു. കയ്യടി ഇതൊന്നും പോരാട്ടോ, വെറുതെ 2 കൈ കൂട്ടടിച്ച് കിട്ടാനുള്ള സംഭവം. പക്ഷെ അതിന്റെ മഹത്വം, അതിന്റെ എനർജി ഭയങ്കര വലുതാണ് ഞങ്ങളുടെ കലാകാരന്മാർക്ക്. ഞാൻ വിചാരിച്ചത് ആദ്യത്തെ തവണ വന്നപ്പോഴും 2ാമത്തെ തവണ വന്നപ്പോഴും ഞാൻ വിളിച്ചു അജിൽഭായി വിളിക്കുമ്പോൾ വരാന്ന് പറയാമെങ്കിലും പുള്ളോട് ഞാൻ ചോദിക്കും, ഞങ്ങൾ വന്ന അവിടെ ആൾക്കാരൊക്കെ വലിയ ഉള്ളതാണ് എന്ന് ചോദിക്കാറ്. കാരണം ഒരാളെ എത്ര തവണ കണ്ടുകൊണ്ടിരിക്കും എന്ന് പറയുന്നത്. അപ്പൊ പുള്ളി പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ 33 വർഷമായിട്ട് അവർ കണ്ടുകൊണ്ടിരിക്കില്ല, എന്നിട്ട് അവർ കൂടിയല്ലേ വന്നത്, നിങ്ങൾ ധൈര്യമായിട്ട് വാ എന്ന് പറയുന്ന ഒരു ആവേശം അതിവിടെ വരുമ്പോൾ ഈ ക്ഷേത്രത്തെ പ്രത്യേകിച്ച്, കാരണം എന്നും മനസ്സുകൊണ്ട് ആരാധിക്കുന്ന, മനസ്സുകൊണ്ട് നമിക്കുന്നതാണ് നമ്മൾ കൊട്ടാരക്കര ഗണപതി ഭഗവാനെ വെക്കാതെ നമ്മൾ ഒരു കാര്യത്തിനും മുന്നിലേക്ക് ഒരു കാര്യത്തിനും നമ്മൾ മുന്നോട്ട് പോകാറില്ല. എല്ലാ വിഘ്നങ്ങളും മാറ്റി നമ്മുടെ ജീവിതം സർവ്വ ഐശ്വര്യങ്ങളിലേക്ക് നയിക്കുന്ന ഈ വിഘ്നേശ്വരന്റെ മുന്നിൽ, അതുപോലെ ശ്രീ പരമേശ്വരന്റെ മുന്നിൽ വന്ന് നിങ്ങളെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ എനിക്ക് ഭാഗ്യം തന്നതിന്, അതുപോലെ എല്ലാ പ്രതിസന്ധികളിലും എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും നേർന്നുകൊണ്ട് ഇതുപോലെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പാട്ട് പാടാനുള്ള ആപത്തൊന്നുമില്ല. ഞാൻ പാട്ടുകാരനല്ല, ഞാൻ വലിയ മിമിക്രിയൊക്കെ ചെയ്യുന്ന ഇവിടെ വന്നതാണ്. ഞാൻ പാടുന്ന പാട്ട് അറിയാലോ. ഇതൊക്കെയാണ് നമ്മുടെ പാട്ടുകൾ. മറ്റുള്ളവരുടെ പാട്ട് ഇദ്ദേഹം കേശു വീടിന്റെ നാടൻ എന്ന് പറഞ്ഞ സിനിമയില് എഴുതിയ പാട്ട് ദാസേട്ടന്റെ ശബ്ദത്തിൽ ചുണ്ടും നമ്മുടെ ലിപ്പ് കൊടുത്ത് ഇങ്ങനെ നിങ്ങളെ സന്തോഷിപ്പിച്ച്, അങ്ങനെ ഒരുപാട് പാട്ടുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് ഹിറ്റ് സോങ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ നല്ല പാട്ടുകാരൊന്നുമല്ല. അതുകൊണ്ട് നല്ല പാട്ടുകാരൊക്കെ ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് അതുകൊണ്ടാണ് 5ാം ഉത്സവത്തിന് അല്ലേ ശ്രീകുട്ടേട്ടനെ ഞാൻ പറഞ്ഞു വിട്ടത്. നാരങ്ങ മുട്ടായി നീ എന്ന് വാങ്ങിയ നാരങ്ങ മുട്ടായി. മോനെ അതൊക്കെ പാടി ഇവിടെ നിന്ന് എല്ലാവരും പിരിഞ്ഞു പോകുന്നു. അത് പാടേണ്ടവർ നല്ല ഭംഗിയെ പാടേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു മിമിക്രി കാണിച്ചിട്ട് പൊക്കോളാം. എല്ലാവരും വന്നിട്ടുണ്ടല്ലോ, വലിയ സന്തോഷമുണ്ട്. കൊട്ടാരക്കരയിലേക്ക് വരുമ്പോ താങ്ക് യു എല്ലാവർക്കും, എല്ലാ ഈശ്വരും. നമ്മൾ പ്രത്യേകിച്ച് കാണും, നമ്മൾ പാടിയിട്ടേ പോകുള്ളൂ നമ്മൾ ഒരുമിച്ച്. അപ്പൊ എല്ലാവർക്കും എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും നേരുന്നു. നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും. കുറെ പേരുടെ ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വലിയ സന്തോഷം. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. കൊട്ടാരക്കരയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും
നമസ്കാരം. വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ ശ്രീ ജി ശിവപ്രസാദ്, നമ്മളെ സ്വാഗതം ചെയ്ത ശ്രീ സുരേഷ് കുമാർ, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത നമ്മളേറെ ബഹുമാനിക്കുന്ന ശ്രീ ജി തങ്കപ്പൻപിള്ള, അതുപോലെ എൻ്റെ സഹോദരനും മലയാള സിനിമയിൽ ഒരുപാട് സിനിമകൾ നിർമ്മിക്കുന്ന കൊട്ടാരക്കരയുടെ പുത്രനായ ശ്രീ അജിത് കുമാർ വിനായക, ഒച്ചുണ്ടാക്കരുത് പറഞ്ഞോട്ടെ, മറ്റു വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, വലിയ സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദിയിൽ നിൽക്കാൻ സാധിച്ചു. കൊട്ടാരക്കരയില് എനിക്ക് തോന്നുന്നു ഒരു 5-6 വർഷത്തിനിടയിൽ ഒരു 3-4 തവണയായിട്ട് ഞാനിവിടെ വരുന്നുണ്ട്. പക്ഷെ ഓരോ വരവിലും വളരെ സ്നേഹത്തോടുകൂടിയുള്ള പെരുമാറ്റവും, അതുപോലെ തന്നെ ഈ വേദികളിലൊക്കെ ഒരുപാട് കൂട്ടായ്മ, അതാണ് കാണാൻ സാധിച്ചത്. ഒരു ക്ഷേത്രം എന്നൊക്കെ പറയുന്ന ഒരു നാടിൻ്റെ ഒരു ക്ഷേത്രം, പള്ളികൾ എന്നൊക്കെ പറയുന്നത് നാടിൻ്റെ കൂട്ടായ്മ അല്ലെങ്കിൽ അവിടുത്തെ ഐശ്വര്യം എന്നൊക്കെ നമുക്ക് എടുത്തു പറയാം. ഇന്ന് ഇവിടെ വേദിയിൽ നിൽക്കുമ്പോൾ ഇവിടെ നിൽക്കുന്ന ഓരോ ആൾക്കാരുടെ മുഖം കാണുമ്പോഴും ഐശ്വര്യത്തിൻ്റെ, നന്മയുടെ ലക്ഷണമാണ്. ഈ നാടിൻ്റെ വളർച്ച തന്നെയാണ് കാണുന്നത്. എല്ലാവരും സന്തോഷത്തിലാണ് അല്ലേ? നമുക്ക് പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള ചടങ്ങുകൾ നടക്കുമ്പോൾ നമ്മളെല്ലാം മറന്ന് നമ്മളെല്ലാവരും കൂട്ടമായിട്ട് ഒന്നിക്കുന്നൊരു സ്ഥലമാണ് പ്രത്യേകിച്ച് ക്ഷേത്രം. പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഒരുപാട് ക്ഷേത്രകലകൾ നമ്മൾ കണ്ടിരുന്നു. ഇന്ന് അതിൽ കുറേയൊക്കെ നമ്മളെ വിട്ട് നമ്മളിൽ നിന്ന് കൈമോശം വന്ന് അല്ലെങ്കിൽ എന്താ പറയുക, മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന രീതിയിലായി പല കലകൾ. പക്ഷെ ഇന്നും വലിയ വലിയ ക്ഷേത്രങ്ങളും ഒക്കെ പറ്റാവുന്ന രീതിയിൽ ഇതുപോലുള്ള വേദികൾ സംഘടിപ്പിക്കുകയും നമ്മുടെ നാട്ടുകാരെല്ലാവരോടും ഒരുമിച്ചിരുന്ന് ആ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയൊരു കലാരൂപങ്ങളെയാണ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപാട് കലാകാരന്മാർ നിങ്ങളുടെ കയ്യടി കൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അതിൽ ഏതൊരു കലാകാരനാണ് ഞാൻ. നിങ്ങൾ ചേട്ടനിവിടെ പറഞ്ഞു ഞാൻ ഒരുപാട് സിനിമയിൽ ചിരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ. പക്ഷെ ഓരോ തവണ എനിക്ക് നിങ്ങളെ ചിരിപ്പിക്കാൻ സാധിച്ചത് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ ചെയ്യാൻ സാധിച്ചത് നിങ്ങളുടെ സ്നേഹത്തോടുകൂടിയുള്ള തിയേറ്ററിൽ നിങ്ങൾ തന്നിട്ടുള്ള കയ്യടി തന്നെയാണ്. ഈ കയ്യടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും, കാരണം ആ കയ്യടിയുടെ കൂടെ നിങ്ങളുടെ വിലപ്പെട്ട സമയം, അതുപോലെ 2.5 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ ഒരു സിനിമ കാണാൻ നിങ്ങൾ കൊടുക്കുന്ന ഒരു സമയം, നിങ്ങൾ ചെലവഴിക്കുന്ന പൈസ, ആ പൈസ നിങ്ങളുടെ അധ്വാനത്തിൽ നിന്നാണ് എടുത്ത് ചെലവഴിക്കുന്നത്. അതിൽ നിന്നൊരു അംശമാണ് ഞങ്ങളെ പോലുള്ള കലാകാരന്മാർക്ക് കിട്ടുന്നത്. ഈ കഴിഞ്ഞ 33 വർഷക്കാലമായിട്ട് എന്നെ ഈ സിനിമയിൽ നിലനിർത്തുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുന്നു. കയ്യടി ഇതൊന്നും പോരാട്ടോ, വെറുതെ 2 കൈ കൂട്ടിയടിച്ച് കിട്ടാവുന്ന സംഭവം. പക്ഷെ അതിന്റെ മഹത്വം, അതിന്റെ എനർജി ഭയങ്കര വലുതാണ് ഞങ്ങളുടെ കലാകാരന്മാർ. ഞാൻ വിചാരിച്ചത് ആദ്യത്തെ തവണ വന്നപ്പോഴും 2ാമത്തെ തവണ വന്നപ്പോഴും ഞാൻ വിളിച്ചു അജിത് ഭായി വിളിക്കുമ്പോൾ വരാന്ന് പറയാമെങ്കിലും പുള്ളോട് ഞാൻ ചോദിക്കും, ഞാനും ഞങ്ങൾ വന്ന അവിടെ ആൾക്കാരൊക്കെ വീഡിയോ കാണാൻ എന്ന് ചോദിക്കാറ്. കാരണം ഒരാളെ എത്ര തവണ കണ്ടുകൊണ്ടിരിക്കും എന്ന് പറയുന്നില്ല. അപ്പൊ പുള്ളി പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ 33 വർഷമായിട്ട് അവർ കണ്ടുകൊണ്ടിരിക്കില്ല, എന്നിട്ട് അവർ കൂടിയല്ലേ വരുന്നത്, നിങ്ങൾ ധൈര്യമായിട്ട് വാ എന്ന് പറയുന്ന ഒരു ആവേശം അതിവിടെ വരുമ്പോൾ ഈ ക്ഷേത്രത്തെ പ്രത്യേകിച്ച്, കാരണം എന്നും മനസ്സുകൊണ്ട് ആരാധിക്കുന്ന, മനസ്സുകൊണ്ട് നമിക്കുന്നതാണ് നമ്മുടെ കൊട്ടാരക്കര ഗണപതിയെ.
ഗണപതി ഭഗവാനെ വെക്കാതെ നമ്മൾ ഒരു കാര്യത്തിനും മുന്നിലേക്ക് നമ്മൾ ഒരു കാര്യത്തിനും നമ്മൾ മുന്നോട്ട് പോകാറില്ല. എല്ലാ വിഘ്നങ്ങളും മാറ്റി നമ്മുടെ ജീവിതം സർവ്വ ഐശ്വര്യങ്ങളിലേക്ക് നയിക്കുന്ന ഈ വിഘ്നേശ്വരന്റെ മുന്നിൽ, അതുപോലെ ശ്രീ പരമേശ്വരന്റെ മുന്നിൽ വന്ന് നിങ്ങളെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ എനിക്ക് ഭാഗ്യം തന്നതിൽ, അതുപോലെ എല്ലാ പ്രതിസന്ധികളിലും എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും നേർന്നുകൊണ്ട് ഇതുപോലെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പാട്ട് പാടാനുള്ള ആപത്തൊന്നുമില്ല. ഞാൻ പാട്ടുകാരനല്ല, ഞാൻ വല്ല മിമിക്രിയൊക്കെ ചെയ്യുന്ന ഇവിടെ വന്നതാണ്. ഞാൻ പാടുന്ന പാട്ട് അറിയാലോ. ഇതൊക്കെയാണ് നമ്മുടെ പാട്ടുകൾ. മറ്റുള്ളവരുടെ പാട്ട് ഇദ്ദേഹം കേശു വീടിന്റെ നാഥൻ എന്ന് പറഞ്ഞ സിനിമയില് എഴുതിയ പാട്ട് ദാസേട്ടന്റെ ശബ്ദത്തിൽ ചുണ്ട് നമ്മൾ ലിപ്പ് കൊടുത്ത് ഇങ്ങനെ നിങ്ങളെ സന്തോഷിപ്പിച്ച്, അങ്ങനെ ഒരുപാട് പാട്ടുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് ഹിറ്റ് സോങ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ നല്ല പാട്ടുകാരനൊന്നുമല്ല. അതുകൊണ്ട് നല്ല പാട്ടുകാരൊക്കെ ഇവിടെയുണ്ട്. പ്രത്യേകിച്ച് അതുകൊണ്ടാണ് 5ാം ഉത്സവത്തിന് അല്ലേ ശ്രീകുട്ടേട്ടന് ഞാൻ പറഞ്ഞു വിട്ടത്. നാരങ്ങ മുട്ടായി നാരങ്ങ മുട്ടായി നീയൊന്നു വാങ്ങിയ നാരങ്ങ മുട്ടായി. മോനെ അതൊക്കെ പാടി ഇവിടെ നിന്ന് എല്ലാവരും പിരിഞ്ഞു പോകും. അതൊക്കെ പാടേണ്ടവർ നല്ല ഭംഗിയിൽ പാടിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു മിമിക്രി കാണിച്ചിട്ട് പൊക്കോളാം. ഇങ്ങനെ പറഞ്ഞേ, എല്ലാവരും വന്നിട്ടുണ്ടല്ലോ, വലിയ സന്തോഷമുണ്ട്. കൊട്ടാരക്കരയിലേക്ക് വരുമ്പോ നിങ്ങളൊക്കെ താങ്ക് യു എല്ലാവർക്കും, എല്ലാ ഈശ്വരും. നമ്മൾ പ്രത്യേകം പിന്നെ കാണും, നമ്മൾ പാടിയിട്ടേ പോകുള്ളൂ നമ്മൾ ഒരുമിച്ച്. അപ്പൊ എല്ലാവർക്കും എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും നേരുന്നു. നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും. കുറെ പേരോട് ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വലിയ സന്തോഷം. സാറിന്റെ വീട്ടിലേക്ക് താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. മാത്രമല്ല ഈ സൈഡില്